വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കുക്കറിൽ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തു ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി കൂടെ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓവൺ ഒന്നും ഇല്ലാതെ അടുപ്പത്ത് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ആദ്യം നമുക്ക് കേക്കിൻ്റെ ബേസ് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇത് മിക്സിയുടെ ജാറിലും ചെയ്യാം. കാരണം നമുക്കിത് അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഈ അടിക്കുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് ആദ്യം ഇടരുത്, കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഇതിൽ യോജിക്കുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ നല്ലത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നും കൂടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് അടിച്ചു കൊടുക്കാം. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ആവശ്യമായിട്ടുള്ളത്. 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ടും ഞാൻ ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ബീറ്റർ ഓൺ ചെയ്യാതെ ഇതുപോലെ ഒന്ന് കറക്കുക. ഒന്ന് കറക്കി മിക്സ് ആയി കഴിഞ്ഞാൽ സ്പീഡ് നമ്പർ 1 ഇട്ടിട്ട് വേണം ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് നമ്പർ 1 ഇട്ടിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൈഡിലൊക്കെ ഉള്ള പൊടികളൊക്കെ ശരിക്കും മിക്സായി കിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നടുവിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം ഒന്ന് ബീറ്റ് ചെയ്യരുത്, അപ്പം ബാറ്റർ ഓവർ മിക്സ് ആയിപ്പോവും. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലാക്കിയാൽ മതി. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ പൾസ് മോഡിലിട്ടിട്ട് 1-2 തവണ കറക്കിയെടുത്താൽ മാത്രം മതി. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പം 8 ഇഞ്ച് വായവട്ടമുള്ള ഒരു അലൂമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബേക്കിംഗ് ടിന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു അലൂമിനിയം പാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അടിഭാഗത്തും അതുപോലെ തന്നെ വശങ്ങളിലും ഇതുപോലെ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിലൊന്നും നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ബ്രഷ് ഒടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും എക്സ്ട്രാ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കാം. ഇങ്ങനെ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുന്ന രീതി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉപ്പല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ള മണലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം ഇറക്കി വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചൂടൊന്നും പുറത്തു പോവില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാത്രത്തിൻ്റെ അടപ്പ് നല്ല ടൈറ്റുള്ളതായിരിക്കണം. ഇപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് കുറച്ച് ലൂസുള്ളതാണ്. അപ്പം ഞാൻ ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് അലൂമിനിയം ഫോയിൽ കൊണ്ട് ഈ പാത്രത്തിനെ ആദ്യം കവർ ചെയ്തിട്ട് അതിന് ശേഷമാണ് മൂടി വെക്കുന്നത്. അപ്പം ചൂടൊന്നും പുറത്തു പോകില്ല, നല്ല സീലായിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുക.
എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഒരു 45 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ടും പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും ബേക്കിംഗ് ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇടയിൽ വെച്ചൊന്ന് തുറന്ന് നോക്കരുത്. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു കേക്കിൻ്റെ സ്മെല്ല് കിട്ടും. ആ ഒരു സമയത്ത് തുറന്ന് നോക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയ സമയത്ത് കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്ക് ഈ കേക്ക് പുറത്ത് വെച്ചിട്ട് ചൂട് തടയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ബാക്കി വരുന്ന ഉപ്പ് നിങ്ങൾക്ക് ചൂട് തടഞ്ഞ് പാത്രത്തിലിട്ടിട്ട് വീണ്ടും ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പാണിത്. കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഷുഗർ സിറപ്പാണ് ഇത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അടുപ്പത്ത് വെച്ച് മെൽട്ടാക്കിയതാണ്. ഇതിപ്പോൾ ചൂടൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു 5-6 ചെറി ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെൽട്ടായി പോവും. നമുക്ക് ഇത് ഒന്ന് ഇതുപോലെ ഒരു പീലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഷേവിങ് ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾ സാധാരണ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മെൽട്ടായി പോവും. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് നല്ലത്. ഇതിങ്ങനെ ചോക്ലേറ്റ് ഷേവിങ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഇത് അങ്ങനെ മെൽട്ടൊന്നായി പോവില്ല. ഇപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ചൂടെല്ലാം പോയിട്ട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കത്തി ഓടിച്ചാലും മതി. അപ്പോൾ ഈസി ആയിട്ട് പാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബേക്കിംഗ് പേപ്പർ അങ്ങ് എടുത്ത് കളയാം. കരിഞ്ഞു പോയി അടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ്. ഈ ഒരു കേക്കിന് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന ഈ ഒരു ഡിസൈനിന് 2 കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് മധുരം ചേർക്കാത്ത നമ്മുടെ ഓൾ പർപ്പസ് ആയിട്ടുള്ള ക്രീമാണ്. അപ്പം മധുരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ക്രീമിൽ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫിയോണ, സ്റ്റാർ വിപ്പ് പോലുള്ള ക്രീമുകളൊക്കെ ബെസ്റ്റാണ്. ഞാനിപ്പോൾ രാമ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടം മാക്ടോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതാണ് ഇവിടെ കിട്ടുന്നതിൽ നല്ല ബ്രാൻഡ്. ഇതിപ്പോൾ ഒരു സ്റ്റിഫ് പീക്കാവുന്ന വരെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ അടിക്കുന്നത് നിർത്താം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. എന്നിട്ട് കേക്കിനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന കേക്കിൻ്റെ പോർഷൻ നമുക്ക് 3 ഭാഗമായിട്ട് എടുക്കണം. 3 ലെയറായിട്ട് മുറിച്ചെടുക്കണം. അപ്പം കേക്ക് ഞാൻ സാധാരണ പറയുന്ന പോലെ ഏറ്റവും എളുപ്പം മുറിക്കുക എന്ന് പറയുന്നത് ആദ്യം കേക്കിന് ചുറ്റും ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കത്തി അകത്തേക്ക് കയറ്റിയിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ലെയറായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള 3 ലെയറായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. നിങ്ങളെ കയ്യിൽ ടേൺ ടേബിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ടേൺ ടേബിൾ വിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്ക് ട്രേൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വയ്ക്കുക. അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ ഈ കേക്കിൻ്റെ ലെയർ ഒന്ന് സോക്ക് ചെയ്യുക. ഷുഗർ സിറപ്പ് തീരെ ചൂടുണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഷുഗർ സിറപ്പിൽ കേക്ക് സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തേച്ചെടുക്കുക. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെറി പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, ആ വൈറ്റ് ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. ചിലർ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിപ്പം ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. രണ്ടായാലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കേക്കിൻ്റെ ലെയറും ഞാൻ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ വീണ്ടും വിപ്പിംഗ് ക്രീം തേക്കുക. വീണ്ടും ബാക്കിയുള്ള ചെറി പീസസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ലെയർ കേക്ക് ഇതിൻ്റെ മേലെ വയ്ക്കാം.
അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ ആയിട്ട് ഏറ്റവും അടിഭാഗത്തുണ്ടായിരുന്ന പീസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടോപ്പ് കിട്ടും. ഈ ഒരു ലെയർ നമുക്ക് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. ഇപ്പം നമുക്കൊരു ക്രം കോട്ടാണ് ചെയ്യേണ്ടത്, അതായത് തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് ചെയ്യുക. അങ്ങനെ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് കേക്ക് മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. അപ്പം നന്നായിട്ട് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്ത കോട്ടിങ് ക്രീമിൻ്റെ ചെയ്യാം. അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് ക്രീമിൻ്റെത് അപ്ലൈ ചെയ്യുകയാണ് ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്രീമൊക്കെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ടോ അത്രയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസൈനും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ക്രീം സൈഡിലും മുകളിലൊക്കെ തേച്ചതിന് ശേഷം മാക്സിമം പറ്റാവുന്ന അത്രയും നീറ്റാക്കിയിട്ട് ക്രീമിനെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പാച്ചില ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ടോപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ സ്പാച്ചില ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പരന്ന കത്തി നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു കോംബ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കോംബ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോംബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ കോംബ് ഇവിടെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ടേൺ ടേബിൾ കറക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ നല്ലൊരു ഡിസൈന് കേക്കിൻ്റെ സൈഡിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. പൈപ്പിംഗ് ബാഗിൽ ബാക്കിയുള്ള ക്രീം ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡിസൈനൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഈ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഞാൻ കുറച്ച് ചെറീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫില്ലിങ്ങിനായിട്ട് സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ചെറിയാണ് യൂസ് ചെയ്ത്, പക്ഷേ ഈ ടോപ്പിങ്ങിൽ ചെയ്തിട്ടുള്ളത് കോക്ടെയിൽ ചെറിയാണ്. അതുപോലെ തന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഷേവിങ്ങിൽ കുറച്ച് ഭാഗം നടുവിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ അടിഭാഗത്തും ഞാനൊരു ലെയർ ചോക്ലേറ്റ് ഷേവിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള ചോക്ലേറ്റ് ഷേവിംഗ് ഒക്കെ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് സൈഡ് മുഴുവൻ ചോക്ലേറ്റ് ഷേവിംഗ് കൊണ്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആ കോംബ് ഡിസൈൻ ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഷേവിംഗ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതുപോലത്തെ ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ടിപ്സ് ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.